ശ്രീഭദ്രകാളി അഷ്ടോത്തരത്തിൻ്റെ പ്രധാന കുറച്ചു ഭാഗം മാത്രം ജപിച്ചുകൊണ്ട് വർക്കല പനയറ തെക്കതിൽ ശ്രീഭദ്രകാളി അമ്മയുടെ എല്ലാ മാസവും നടത്തിവരുന്ന കുങ്കുമാഭിഷേകവും ഐശ്വര്യപൂജയും ശത്രുസംഹാര പൂജയും ജനുവരി മാസം 2-ാം തീയതി 9:30 മണിക്ക് തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓം ഭദ്രകാളി അഷ്ടോത്തര സ്തോത്രം. ധ്യാനം. കാളീമേഘസമപ്രദാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം കണ്ടകം കേടംഗഭാരദാരുകശിര കൃത്യാകാരേ ഗൃഷുച ഭൂതപ്രേത പിശാശുമധുർസഹിതാമുണ്ടസ്ത്രജലാംകൃത വന്ദേ ദുഷ്ടമസൂര്യകാരീവിദാതാം സാംസ്കാരിക ഈശ്വരീ. ഓ ഭദ്രകാളീം രുദ്രസുതാ ഭവാനി ഭവനാശിനി ശംഭോർനയന സംഭൂതാ ശിവാത്മനന്ദകാരിണി കാളീം കാരാളവദനാം ദഷ്ടാഗ്രോ മൃഗുലീമുഖ ചാമുണ്ടാ ചാണ്ടിക ചാണ്ടി ചണ്ഡമുണ്ട ദുഷൂതിനി. തെക്കതിൽ പനയറ മുടിപ്പുര ഭദ്രകാളി അമ്മയുടെ പ്രിയ മക്കളെ, ജനുവരി മാസം 2-ാം തീയതി 9 മണിക്ക് തന്നെ അമ്മയുടെ തിരുമുമ്പിൽ അമ്മയ്ക്ക് കുങ്കുമാഭിഷേകവും ഐശ്വര്യപൂജയും നടക്കുന്നതാണ്. നമ്മൾ അമ്മയ്ക്ക് വേണ്ടി തുടങ്ങിവെച്ച ഈ പൂജ 1 മാസവും മുടങ്ങാതെ ഞങ്ങൾ നടത്തി വരുന്നതാണ്. അമ്മയുടെ എല്ലാ മക്കളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുള്ളൂ. നിങ്ങൾ ജനുവരി മാസം 2-ാം തീയതി 9 മണിക്ക് മുമ്പായി തന്നെ അമ്മയുടെ തിരുമുമ്പിലെത്തി അമ്മയെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന ദുഃഖവും ദുരിതങ്ങളും ഒഴിച്ച് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് തേടിയെത്തുമെന്ന് സംശയമില്ല. രുദ്രഭാവിയായ അമ്മയെ നിങ്ങൾ കൈ വണങ്ങുക. അമ്മയുടെ ഈ പൂജയിൽ നിങ്ങൾ പങ്കാളിയാകുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അമ്മയുടെ തിരുമക്കളോട്, അമ്മയുടെ മക്കളോട് പറയുകയാണ്, വിഗ്രഹത്തിന് ചലനമുണ്ട്. നമുക്ക് ഇനി അഷ്ടബന്ധ കലശവും ഉപദേവന്മാരുടെയും പ്രതിഷ്ഠകൾ നടത്താനുണ്ട്. കുടുംബാംഗങ്ങളെ ഒരു കൂട്ടായ്മയായി ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ തിരുമുമ്പിൽ നിങ്ങൾ എത്തി അമ്മയുടെ കാരുണ്യവും അമ്മയുടെ കടാക്ഷവും നിങ്ങളിലേക്ക് എത്തുവാൻ ജനുവരി മാസം 2-ാം തീയതി നിങ്ങൾ പനയറ മുടിപ്പുര തെക്കതിൽ ഭഗവതി ക്ഷേത്ര സന്നിധിയിലെത്തി ഐശ്വര്യപൂജയിലും കുങ്കുമാഭിഷേകത്തിലും ശത്രുസംഹാര പൂജയിലും പങ്കെടുത്തുകൊണ്ട് അമ്മയുടെ കടാക്ഷം നിങ്ങളുടെ ഓരോ കുടുംബത്തിലേക്കും അമ്മയുടെ മക്കളുടെ കുടുംബങ്ങളിലേക്കും നാട്ടുകാരുടെയും കുടുംബങ്ങളിലേക്ക് എത്തണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ജനുവരി മാസം 2-ാം തീയതി നിങ്ങൾ എല്ലാവരും 9 മണിക്ക് മുമ്പായി തന്നെ പനയറ തെക്കതിൽ മുടിപ്പുര ഭദ്രകാളി ക്ഷേത്രത്തിലെത്തി അമ്മയുടെ കടാക്ഷം നേടണമെന്ന് അമ്മയുടെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.